നമസ്കാരം. അർണോൾഡ് ഷോസ്നഗർ, ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 9, ദ ടേണിംഗ് പോയിന്റ്. 1972 മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. വളരെ ടഫായിരുന്നു. ശക്തമായ വെല്ലുവിളികൾ അവിടെ നേരിട്ടു. എന്നാലും ഫൈനൽ റൗണ്ടിൽ വിജയം നേടി. അതിനുശേഷം അർണോൾഡും ഫ്രാങ്കോയും പ്രാക്ടീസ് ഒന്നുകൂടി നല്ല രീതിയിലാക്കി. കാരണം ആ സമയത്ത് പ്രാക്ടീസ് കുറവായിരുന്നു. പല മറ്റ് ബിസിനസ്സുകളുമായിട്ടൊക്കെ നടന്നു. വീണ്ടും നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തു. 1973 ന്യൂയോർക്കിൽ നടന്ന മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ അദ്ദേഹം വീണ്ടും ചാമ്പ്യനായി. ആ മത്സരത്തിൽ മറ്റു ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അതുവരെ മിസ്റ്റർ ഒളിമ്പിയ 2 വിഭാഗങ്ങളായിട്ട് സംഘടിപ്പിച്ചിരുന്നത് മാറ്റി. അതായത് ഉയരം കൂടിയവരുടെ ഒരു വിഭാഗവും ഉയരം കുറഞ്ഞവരുടെ ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ഒരു ലെവലിൽ മാത്രം മത്സരം. ആ മത്സരത്തിൽ അർണോൾഡ് വീണ്ടും ചാമ്പ്യനായി. റണ്ണറപ്പായി ഫ്രാങ്കോ കൊളും. 3-ാം സ്ഥാനം സെർജ് ന്യൂബർട്ട്. സെർജിയോ ഒലിവിയ ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. ജർമ്മനിയിൽ ഏറ്റ തോൽവിയോടെ സെർജിയോ ഒലിവിയ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ആ സമയത്ത് യൂറോപ്പിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹത്തെ 2 വ്യക്തികൾ വന്ന് പരിചയപ്പെട്ടു. അമേരിക്കയിലെ പ്രശസ്തമായ ലൈഫ് മാഗസിൻ്റെ ഫോട്ടോഗ്രാഫറും റൈറ്ററുമായ 2 വ്യക്തികൾ, ജോർജ് ബട്ട്ലർ, ചാൾസ് ഗെയിംസ് എന്നീ 2 പേർ. അവർക്കൊരു പ്രത്യേകതയുള്ളത്, അവർ 2 പേരും ചെറിയ തോതിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പതിവായിട്ട് ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരടുത്തുള്ള സംസാരത്തിൽ നിന്ന് അർണോൾഡ് ചില പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുവരെ അറിയാതിരുന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. മുമ്പേ നമുക്ക് ചെറിയ തോതിൽ അറിയായിരുന്നു ഈ ബോഡി ബിൽഡിംഗ് എന്ന ഒരു പ്രസ്ഥാനത്തെ ഒരുപാട് ആൾക്കാർ എതിർക്കുന്നുണ്ട്. ഇവരോടുള്ള സംസാരത്തിന് മനസ്സിലായി സാധാരണ ജനങ്ങൾക്കിടയിൽ മുഴുവൻ ബോഡി ബിൽഡിംഗ് വളരെയധികം കുപ്രചാരണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബോഡി ബിൽഡേഴ്സ് ഒരുപാട് സ്റ്റെറോയിഡ്സ് ഉപയോഗിക്കുന്നു. ഇന്ന് സത്യം തന്നെയാണ്. അതേസമയം അന്നത്തെ കാലത്ത് എല്ലാവരും ചിലർ മാത്രം ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ അത് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കുന്നുണ്ട് എന്നാണ് സത്യം. ഒപ്പം മറ്റു ചില ദുഷ്പ്രചാരണങ്ങളും. ബോഡി ബിൽഡിംഗ് നടത്തുന്നവരുടെ ആയുസ് കുറവായിരിക്കും. അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഒന്ന് കുനിഞ്ഞൊരു സാധനം എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഇത്തരം പല ആരോപണങ്ങളും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇവരോടുള്ള സംസാരത്തിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. 4 തവണ തുടർച്ചയായി മിസ്റ്റർ ഒളിമ്പിയ ചാമ്പ്യൻഷിപ്പ് നേടിക്കഴിഞ്ഞു. 70, 71, 72, 73. സെർജിയോ ഒലിവിയയുടെ റെക്കോർഡ് 3 തവണ തുടർച്ചയായി മിസ്റ്റർ ഒളിമ്പിയ എന്നുള്ള റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് US 99% ജനങ്ങൾക്കും അറിയില്ല. പ്രധാനപ്പെട്ട കാര്യം, ബോഡി ബിൽഡിംഗ് എന്നുള്ള സ്പോർട്സിനെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് ഇടയിൽ ഇത്തരമുള്ള ചില ധാരണകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരം കോമ്പറ്റീഷൻസ് ഒന്നും ഒരു പത്രവും കവർ ചെയ്യുന്നില്ല. ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ജോ വീഡറുടെ മാഗസിൻ പോലുള്ള ചില മാഗസിൻസ് അല്ലാതെ മറ്റൊന്നും US ഇത്തരം കോമ്പറ്റീഷൻസ് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇതെന്താണെന്നേ അറിയില്ല. അതുകൊണ്ട് ഈ സ്പോർട്സ് നല്ല രീതിയിലായി കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആള് താങ്കളാണ്. അപ്പോഴാണ് അർണോൾഡ് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അതായത് ഈ US യൂറോപ്പിലോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലൊക്കെ റെക് പാർക്കിൻ്റെയൊക്കെ കൂടെ അദ്ദേഹം പല ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും ഉള്ള ഒരു ജനങ്ങളുടെ പ്രസൻസ് US ഇല്ല. സാധാരണ ജനങ്ങളൊന്നും ഇത്തരം പരിപാടികൾ കാണാൻ വരുന്നേ ഇല്ല.
എന്നാൽ വളരെ വലിയ ഹാളിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും നടക്കുന്നത്. മിക്കവാറും സീറ്റുകളൊക്കെ വേക്കൻ്റ് ആയിരിക്കും. കാരണം ഇതാണ്, ഇതിനൊന്നും പബ്ലിസിറ്റി കൊടുക്കുന്നുമില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടം പോലെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അർണോൾഡും ഫ്രാങ്കോയും ചേർന്ന് 1974 ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, നല്ല രീതിയിൽ പ്രചാരണം കൊടുത്തുകൊണ്ട്, ബോഡി ബിൽഡിങ്ങിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നടത്താൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം ജോ വീഡർ അക്കാര്യത്തിൽ സമീപിച്ചു. ജോ വീഡർക്ക് അക്കാര്യത്തിൽ വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാഗസിനാണ്. അത് നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ആ മാഗസിൻ്റെ ചെലവിന് വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമാണ് ബോഡി ബിൽഡിംഗ്. അദ്ദേഹം ബേസിക്കലി ഒരു ബോഡി ബിൽഡറാണ്. ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ ഒരുപാട് സഹായിച്ച ആളാണ്. ചാൾസ് കീൻസ്, അദ്ദേഹത്തിന് കുറെ സിനിമാ ബന്ധങ്ങളുണ്ട്. അങ്ങനെ അക്കാലത്തെ ഒരു ഹിറ്റ് സിനിമയായിരുന്ന 5 ഈസി പീസസ് എന്ന സിനിമയുടെ സംവിധായകൻ ബോബ് റാഫേൽസൺ എന്ന സിനിമാ സംവിധായകൻ അർണോൾഡിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഒരു ബന്ധം നിലവിൽ വന്നതോടെ ബോബ് റാഫേൽസന്റെ കെയർ ഓഫിൽ വീണ്ടും ഒരുപാട് സിനിമാ ഫീൽഡിലുള്ള സംവിധായകരെയും അന്നത്തെ പല നടന്മാരെയും പരിചയപ്പെട്ടു. അതിലേറ്റവും പ്രശസ്തനായ ഒരു നടനായിരുന്നു ക്ലിന്റ് ഈസ്റ്റ്വുഡ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുള്ളത്, അദ്ദേഹം നല്ലൊരു ബോഡി ബിൽഡർ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പല കുപ്രചരണങ്ങളും കാരണം അദ്ദേഹം അത് പുറത്തു പറയില്ല. വീട്ടില് നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ എടുക്കും, നല്ലൊരു ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ആരെങ്കിലും ചോദിച്ചപ്പോൾ ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ, എൻ്റെ ബോഡി കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എപ്പോഴും സംസാരിക്കുക. പല ബന്ധങ്ങളും സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് തേടി വരികയാണ്. ആ സമയത്ത് ബോബ് റാഫേൽസൺ ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കഥാപാത്രമായിട്ട് ഒരു ബോഡി ബിൽഡർ വരുന്നുണ്ട്. ആ കഥാപാത്രം അർണോൾഡിന് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം അർണോൾഡിൻ്റെ വീട്ടിൽ വെച്ച് ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തു. സിനിമ ഫൈനലൈസ് ചെയ്തു. അർണോൾഡ് അതിൽ 2 ഹീറോകളിൽ ഒരാൾ, 2 ഹീറോകളാണ് അതിലുള്ളത്. അതിലൊരാൾ അർണോൾഡ്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളും ആ വീട്ടിലുണ്ട്. കൂട്ടത്തിൽ പറയണല്ലോ, ഇദ്ദേഹത്തിൻ്റെ ലിവിങ് ടുഗദർ പാർട്ണർ ബാർബറ ഔട്ട്ലൻഡ്, അവർക്കിതൊന്നും വലിയ ഇഷ്ടമില്ല. ഇപ്പം തന്നെ അർണോൾഡിൻ്റെ ബിസിനസ് യാത്രകളും മറ്റ് കാര്യങ്ങളുമായിട്ട് പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. അവരെ സംബന്ധിച്ച് രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോൾ വീടെത്തണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അങ്ങ് ഇരിക്കണം. കൂടുതൽ ഉയരങ്ങളിലേക്ക് അർണോൾഡ് ഇങ്ങനെ പോകുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. അവർ പലപ്പോഴും പറയാറുണ്ട്, താങ്കൾ എന്തായാലും ഇങ്ങനെ പ്രശസ്തനായ ഒരു ബോഡി ബിൽഡറായി, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് എനിക്ക് ജോലിയുണ്ടല്ലോ, അങ്ങനെ അങ്ങ് സെറ്റിൽഡ് ആവാം, പിന്നെ നമുക്ക് വിവാഹം കഴിക്കാം. പക്ഷെ അർണോൾഡിന് വിവാഹവും കുട്ടികളും ഒന്നും ആ സമയത്ത് അദ്ദേഹം ആലോചിക്കുന്നേ ഇല്ല. പകരം പഴയ ചിന്ത മനസ്സൊന്നും ഒരിക്കലും പോയിട്ടില്ല. വേൾഡ് നമ്പർ 1 ഇപ്പോൾ അങ്ങനെ ആയിട്ടുള്ളത് ബോഡി ബിൽഡിംഗ് മേഖലയിൽ മാത്രമാണ്. മറ്റേ 2 ആൾക്കാരുടെ സംസാരിച്ച് മനസ്സിലായത് അതാണ്. ഈ സാധാരണ പബ്ലിക്കിന് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. US അറിയുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ യൂറോപ്പിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. യൂറോപ്പിൽ അദ്ദേഹം മിസ്റ്റർ യൂണിവേഴ്സ് അതിനൊക്കെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നല്ല പ്രചാരമുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം റെക് പാർക്കിൻ്റെ കൂടെ പല ബോഡി ഷോകളും നടത്തി. അവിടെയൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്, 25,000 വരെയൊക്കെ ആൾക്കാർ ഓരോ വലിയ ഗ്രൗണ്ടുകളിൽ ഈ പരിപാടികളെ കാണാൻ വന്നിട്ടുണ്ട്. US 2,000 ആൾക്കാർക്കപ്പുറം ഒരു ഓഡിയൻസ് ഇല്ല. അതിൽ തന്നെ മഹാഭൂരിപക്ഷവും ബോഡി ബിൽഡേഴ്സ് ആയിരിക്കും. ആ ചർച്ചകൾക്കിടയിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. ഈ സംവിധായകനെ പരിചയപ്പെടുത്തിയ ചാൾസ് ഗെയിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോർജ് ബട്ട്ലറും, ഈ ജോർജ് ബട്ട്ലർ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ബോഡി ബിൽഡിംഗ്. ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ 2 ആൾക്കാർ തമ്മിൽ ഉള്ള ഒരു മത്സര വൈര്യം, അതാണ് അതിൻ്റെ പ്രധാന കഥ. ആ ബുക്കിൻ്റെ പേരാണ് പമ്പിങ് അയൺ. അത് പിന്നീട് സിനിമയാക്കി
അർണോൾഡായിരുന്നു നായകൻ. മിസ്റ്റർ ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ അർണോൾഡും ഫ്രാങ്കോയും ചേർന്ന് നടത്താൻ തീരുമാനിച്ച ആ ബോഡി ബിൽഡിംഗ് ഈവൻറ്റ്, അതിന് ലോസ് ആഞ്ചലസിൽ തന്നെ ഒരു വലിയ ഹാള്, 2500 കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഹാള് ബുക്ക് ചെയ്തു. അതിൻ്റെ പബ്ലിസിറ്റിക്കായി അവിടുത്തെ ഒരു പബ്ലിസിറ്റി ഏജന്റിനെ സമീപിച്ചു. ഒരു ലേഡിയായിരുന്നു, ഷെല്ലി എന്നായിരുന്നു അവരുടെ പേര്. അവർ വളരെ ഇൻട്രസ്റ്റോടെ അത് കൈകാര്യം ചെയ്തു. അവരുടെ കെയർ ഓഫിൽ ഒരുപാട് പത്രങ്ങളിലും മാഗസിൻസിലും ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് വന്നു. ഒപ്പം തന്നെ ടി വിയിൽ അവർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരുടെ ഒരു സുഹൃത്ത്, ലൂസിലെ ബോൾ എന്ന ഒരു സുഹൃത്ത്, അന്നത്തെ പ്രശസ്തയായ ഒരു ടി വി അവതാരകയും ടി വി സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അവരെ ഷെല്ലി അർണോൾഡിന് പരിചയപ്പെടുത്തി. അധികം വയ്യാതെ അവിടുത്തെ പല ടി വി ചാനലുകളിലും ലൂസിലെ ബോൾ അർണോൾഡിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. അദ്ദേഹം വളരെ ലാഘവത്തോടെ, വളരെ ഫണ്ണിയായി, നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മസിദ്ധമായ സ്വഭാവം. ആരോടത്തും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. വളരെ നല്ല രീതിയിൽ തമാശകളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതിയും ജനങ്ങൾക്ക് ഒരു രസമായിരുന്നു. കാരണം ആ ജർമ്മൻകാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രീതി സാധാരണ ഒരു അമേരിക്കക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ചിരി വരും. അങ്ങനെ അർണോൾഡിന്റെ പ്രശസ്തി ഉയർന്നു. ഈ ലൂസിലെ ബോൾ അതിനുശേഷം ഒരു ടി വി സീരിയലിൽ അർണോൾഡിനെ അഭിനയിപ്പിച്ചു. അത് അവര് നായികയും അന്നത്തെ മറ്റൊരു നടൻ ആർട്ട് കാർണി നായകനും ആയിട്ട് അഭിനയിക്കുന്ന ഒരു സീരിയൽ. അതിൽ ഒരു ബോഡി മസാജറുടെ കഥാപാത്രം അവര് അർണോൾഡിന് കൊടുത്തു. അത് വളരെയധികം ജനപ്രീതി നേടി. എന്ന് മാത്രമല്ല, അർണോൾഡ് അഭിനയിക്കുന്നത് ജനങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. നമുക്കറിയാം, 1969-70 കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞാണ് ഹെർക്കുലീസ് ഇൻ ന്യൂയോർക്ക്. പക്ഷേ ആ സിനിമ ഇതുവരെ റിലീസായിട്ടില്ല. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോടെ എൻ്റെ നിർമ്മാതാക്കൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് ചില പ്രശ്നങ്ങളും കാരണം അതിൻ്റെ റിലീസ് വൈകിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യമായി അർണോൾഡ് അഭിനയിക്കുന്നത് ജനങ്ങൾ കാണുന്നത് ഈ ടി വി സീരിയലിൽ കൂടെയാണ്. ഹാപ്പി ആനിവേഴ്സറി ആൻഡ് ഗുഡ് ബൈ ഏകദേശം 1 മണിക്കൂറിന് മേലെ ദൈർഘ്യമുള്ള ഒരു സീരിയലാണ്. അതിൽ അർണോൾഡിൻ്റെ റോള് 7 മിനിറ്റ് സമയത്തേക്കേ ഉള്ളൂ. എന്നാലും അത് വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റി. ആ പരിപാടിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കാണുക. മിസ്റ്റർ ഇന്റർനാഷണൽ എന്ന ബോഡി ബിൽഡിംഗ് ഇവന്റിന്റെ ആസൂത്രണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പരസ്യം നല്ല രീതിയിലായി. ഇനി വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ആ സമയത്തുള്ള ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് മിക്കവാറും ഒന്നിലും പങ്കെടുക്കുന്നവർക്ക് കാര്യമായ പ്രതിഫലമൊന്നുമില്ല. അത് നമ്മൾ മുമ്പ് യൂറോപ്പിലും മനസ്സിലാക്കിയ കാര്യമാണ്. അവരൊക്കെ ഈ പല ബോഡി ഷോയും അത്തരം ചില പരിപാടികളും ഒക്കെ ചെയ്താണ് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നത്. ആ ഒരു സിസ്റ്റത്തിന് ആദ്യമായിട്ട് മാറ്റം വരുത്തിയത് പക്ഷേ ജോ വീഡറാണ്. ജോ വീഡർ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നവർക്ക് ന്യായമായ ഒരു പ്രതിഫലം, അന്നത്തെ കാലത്ത് $1000 പ്രതിഫലം കൊടുത്തിരുന്നു. അതുകൂടാതെ ദൂരെ നിന്ന് വരുന്നവർക്കുള്ള എയർ ടിക്കറ്റും അദ്ദേഹം എടുത്തു കൊടുത്തിരുന്നു. അർണോൾഡും വിചാരിച്ചു മിസ്റ്റർ ഇന്റർനാഷണൽ ഈവൻറ്റും ആ രീതിയിലായിരിക്കണം. താരങ്ങൾക്ക് എയർ ടിക്കറ്റും പിന്നെ ന്യായമായ ഒരു പ്രതിഫലവും കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ കണക്കൊക്കെ കൂട്ടി നോക്കിയപ്പോൾ മനസ്സിലായി ടിക്കറ്റ് മുഴുവൻ വിറ്റാലും അതിനുള്ള പൈസയൊന്നും ആവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ് കണ്ടെത്തണം. ആ സമയത്ത് ഈ ചാൾസ് ഗെയിൻ വഴി പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജോർജ് ഐസക് എന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾ നമ്മുടെ പഴയ ബോക്സർ ഷുഗർ റേ റോബിൻസൺ എന്ന റിട്ടയർഡ് ബോക്സറുണ്ട്. അങ്ങനെ അവർ പോയി ഷുഗർ റേ റോബിൻസനെ കണ്ടു. അദ്ദേഹമാണെങ്കിൽ ഇങ്ങനൊരു മേഖലയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയാണ്. ഏതായാലും $2800 അദ്ദേഹം അവർക്ക് സംഭാവന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ട്രോഫികളിൽ ഈ സ്ഥാപനത്തിൻ്റെ പേരെഴുതണം.
അങ്ങനെ ആ മത്സരത്തിന് കൊടുക്കുന്ന ട്രോഫികളിലൊക്കെ അവർ ഇൻസ്ക്രിപ്റ്റ് ചെയ്തു. ഡൊണേറ്റഡ് ബൈ ഷുഗർ റേ റോബിൻസൺ യൂത്ത് ഫൗണ്ടേഷൻ. അതുകൂടാതെ പ്രമുഖരായ ചില വ്യവസായികളും ബിസിനസ്സുകാരും എല്ലാവരും ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ച് അറിഞ്ഞു. അർണോൾഡിന്റെ പ്രശസ്തിയും കൂടി ആയപ്പോൾ അവർക്കവിടെ ഇത് സ്പോൺസർ ചെയ്താലും നല്ല പരസ്യം കിട്ടും എന്നുള്ള ഒരു അവസ്ഥയായി. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് എല്ലാം ലഭിച്ചു. പരിപാടിയെല്ലാം അറേഞ്ച് ചെയ്തു. തലേ ദിവസം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജഡ്ജ് അർണോൾഡിനെയും ഫ്രാങ്കോയും സമീപിച്ചു. അദ്ദേഹം ചോദിച്ചു, അറേഞ്ച്മെൻ്റ് ഒക്കെ എന്തായി? എല്ലാം കംപ്ലീറ്റ്. ഞാൻ എൻ്റെ ഇത്രയും കാലത്തിന് അനുഭവം വെച്ച് പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അർണോൾഡ് ഇങ്ങനെ ആലോചിച്ചു, വരാൻ വഴിയില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, ഏറ്റവും ഫ്രണ്ടില് ജഡ്ജസിനുള്ള ടേബിളും ചെയറും ഒരുക്കിയിട്ടുണ്ടോ? ഞെട്ടിപ്പോയി, ആലോചിച്ചിട്ടേ ഇല്ല അതുവരെ. അവിടെ അങ്ങനെ കുറെ 2500 മേലെ ആൾക്കാർക്കുള്ള സീറ്റുണ്ട്. പക്ഷേ ജഡ്ജസിന് അത് മാത്രം പോരല്ലോ, അവർക്ക് ഇരുന്ന് എഴുതാൻ മേശ വേണം. അത് ചെയ്തിട്ടില്ല. ഫ്രാങ്കോയെ നോക്കി ചോദിച്ചു, നീ മറ്റേ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഫ്രാങ്കോ തിരിച്ചു ചോദിച്ചു, എൻ്റെ അടുത്ത് എപ്പോഴാണ് പറഞ്ഞ അറേഞ്ച് ചെയ്യാൻ? അതിനിപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണോ? അല്ലാണ്ട് നിനക്ക് അറിയില്ലേ? അങ്ങനെ ഒരു തമ്മിൽ തർക്കം. ജഡ്ജ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ഈഫർമാൻ എന്നാണ്. ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ട്, നാളെ അല്ലേ ഇത് വരാൻ പോകുന്നത്, നമുക്ക് ഇന്ന് അറേഞ്ച് ചെയ്യാമല്ലോ. അതിനോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വെറുതെ അങ്ങോട്ട് മേശ പിടിച്ചിട്ടാൽ പോരാ, അതിന് നല്ല മേശവിരിയൊക്കെ ഇട്ട് സ്റ്റൈലാക്കണം. ഏതായാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവർ ടേബിള്, അതിന് നല്ല മേശവിരി, ജഡ്ജസിന് എഴുതാനുള്ള നോട്ട് പാഡ്സ്, അതിൽ മാർക്ക് ചെയ്യാനുള്ള പെൻസിൽസ്, ആ പെൻസിലിന് തന്നെ ഇറേസറുള്ള പെൻസിൽ വേണം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ചിലപ്പോൾ എഴുതിയതൊക്കെ മായ്ച്ചെഴുതേണ്ടി വരും. എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാവുമായിരുന്നു. ജഡ്ജസ് വരുമ്പോൾ അവർക്ക് യാതൊരു സൗകര്യം ഇല്ലാതിരുന്നാൽ അത് വളരെയധികം പ്രശ്നമാണല്ലോ. ഏതായാലും അദ്ദേഹം പറഞ്ഞ രീതിയിൽ, ജോർജ് ഈഫർമാൻ പറഞ്ഞ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തു. അടുത്ത ദിവസം മിസ്റ്റർ ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഈവന്റ് നടന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ബിസിനസ് യാത്രകളും പബ്ലിസിറ്റി ക്യാമ്പയിൻസും, അതുകൂടാതെ ഇപ്പോൾ TV ഷോസ്, TV സീരിയലിൽ അഭിനയം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രാക്ടീസ് ഇത്തിരി കുറഞ്ഞിരുന്നു. അങ്ങനെ മിസ്റ്റർ ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഈവന്റിൽ അർണോൾഡിനെ തോൽപ്പിച്ചുകൊണ്ട് പുതിയൊരു താരം ഉദയം ചെയ്യുകയാണ്. പേര് ലൂ ഫെറിഗ്നോ. ന്യൂയോർക്കുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ന്യൂയോർക്ക് സിറ്റി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ബാല്യകാലം തൊട്ടേ ഉണ്ട്. ഒരു ചെവിക്ക് കേൾവി കുറവാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനോട് ഇടപെടാൻ ലേശം വിഷമമാണ് അദ്ദേഹത്തിന്. ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു ഡൗൺ ലെവലിലിരിക്കുന്ന ആ മനുഷ്യനെ അച്ഛൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ ബോഡി ബിൽഡിംഗ് ആരംഭിക്കുന്നത്. പിന്നെ ജന്മനാ തന്നെ കിട്ടിയ വലിയൊരു ശരീരമുണ്ട്. അർണോൾഡ് അത്തരം ഒരു ശരീരം കൊണ്ടാണ് അവിടെ തുടക്കത്തിൽ ആൾക്കാർ ഇംപ്രസ് ചെയ്തത്. 6 അടി 2 ഇഞ്ച് പൊക്കവും ഒത്ത ശരീരവും. ഇദ്ദേഹം അതിനേക്കാൾ മേലെ 6 അടി 5 ഇഞ്ച് പൊക്കവും, അതിനനുസരിച്ച് അർണോൾഡിനേക്കാൾ ഏകദേശം 15 കിലോ ബോഡി വെയിറ്റ് കൂടുതലും, അതിനനുസരിച്ചുള്ള ഒരു മസ്കുലർ ബോഡി. പക്ഷെ അർണോൾഡിന്റെ അത്ര മസിൽ ഡെഫിനേഷൻ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അർണോൾഡ് പ്രാക്ടീസൊക്കെ മുടക്കിയതുകൊണ്ട് ആ സമയത്ത് അത്ര നല്ല ഷേപ്പിലല്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ റൗണ്ടിൽ ലൂ ഫെറിഗ്നോ ജയിച്ചു. മിസ്റ്റർ ഒളിമ്പിയ വിൻ ചെയ്തതിന് ശേഷം അർണോൾഡ് അനുഭവിക്കുന്ന ആദ്യത്തെ തോൽവി അതാണ്. അതുപോലെ ഇപ്പം 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു കഴിഞ്ഞു. എന്നാലും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതോടെ ഉഷാറായി. കാരണം ഇനി 2 മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ വീണ്ടും വരികയാണ്. ഈ ലൂ ഫെറിഗ്നോ അവിടെ ശക്തനായ ഒരു എതിരാളിയായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. സ്റ്റേജിൽ വെച്ച് തന്നെ നമ്മുടെ പണ്ട് സെർജിയോ ലിവിയോട് കാണിച്ച ഒരു സൈക്കോളജിക്കൽ ഗെയിം വീണ്ടും അദ്ദേഹം പുറത്തെടുക്കുകയാണ്. മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ ഞാൻ ഇതിന് പകരം വീട്ടും. അർണോൾഡിന്റെ ആ ഒരു ലക്ഷ്യം വിജയിച്ചു. ജനങ്ങൾക്കിടയിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു സ്പോർട്സിനെ കുറിച്ച് വ്യാപകമായ പ്രചാരണം കിട്ടി. ആ കോമ്പറ്റീഷൻ
അന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സും സ്പോർട്സ് മാഗസിൻസും ഈ ബോഡി ബിൽഡിങ്ങിന്റെ നമ്മുടെ ജോ വീഡറിന്റെ മാഗസിൻ കൂടാതെ മറ്റ് സ്പോർട്സ് മാഗസിൻസ് ഉണ്ട് ഒരുപാട്. അവിടെ ഒന്നും അത്രയും കാലം ഈ ബോഡി ബിൽഡിംഗ് ഒരു സ്പോർട്സ് ആയിട്ടേ അംഗീകരിച്ചിരുന്നില്ല. മത്സരത്തിന് വ്യാപകമായ കവറേജ് കൊടുത്തു. ജനങ്ങൾക്കിടയിൽ ബോഡി ബിൽഡിംഗ് ഒരു സ്പോർട്സ് തന്നെ എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു. അതിന്റെ ഒരു ഗുണം ആ സമയത്ത് നടന്ന ഒരു സർവേ ഫലത്തിൽ പുറത്തു വരികയും ചെയ്തു. 1968 അവിടുത്തെ ഒരു പ്രശസ്ത ന്യൂസ് റിലീസ് പ്ലേ ബോയ് ഒരു സർവേ നടത്തിയിരുന്നു. അന്ന് ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരു ഐറ്റമായിരുന്നു ബോഡി ബിൽഡിംഗ്. 80% ആൾക്കാരും ബോഡി ബിൽഡിങ്ങിനെതിരായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത സർവേ ഫലം അതേ വർഷം പുറത്തു വരികയാണ്. 86% ആൾക്കാർ ബോഡി ബിൽഡിങ്ങിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ബോഡി ബിൽഡിങ്ങിനെ അമേരിക്കയിൽ ജനകീയമാക്കിയ വ്യക്തിയായി അർണോൾഡ് മാറുകയാണ്. 2 മാസം കഴിഞ്ഞു. മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്നു. പ്രധാന എതിരാളി ലൂ ഫെറിഗ്നോ തന്നെയാണ്. അപ്പൊ അന്ന് ഈ മിസ്റ്റർ ഇന്റർനാഷണൽ കോമ്പറ്റീഷന് ശേഷം അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് എല്ലാ എതിരും മത്സരത്തിന്റെ സമയത്ത് മാത്രം, അത് കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പാണ്. ഈ ലൂ ഫെറിഗ്നോ അർണോൾഡിന്റെ വലിയൊരു ആരാധകനാണ്. മത്സരിക്കുന്ന സമയത്ത് ആരാധനയൊന്നുമില്ല, അത് വേറൊരു കാര്യം. അദ്ദേഹത്തിന്റെ റോൾ മോഡൽ അർണോൾഡാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അറിയാം അർണോൾഡ് ശരിയായ ഫോമിലല്ല മിസ്റ്റർ ഇന്റർനാഷണൽ ഈവന്റിന് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അർണോൾഡിന്റെ അത്ര മസിൽ ഡെഫിനേഷൻ ശരിക്കും അർണോൾഡ് ഫോമിലെത്തിയാൽ ഇദ്ദേഹത്തിന്റെ ബോഡി പോരാ. അതുകൊണ്ട് ഈ മസിൽ ഡെഫിനേഷൻ കൂട്ടാനായിട്ടൊരു മണ്ടത്തരം പക്ഷേ ഇദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, നീ വെയിറ്റ് ഒന്ന് കുറയ്ക്കുക. വെയിറ്റ് കുറച്ചോ, പക്ഷേ അതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ശരീരം ആ വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനനുസരിച്ച് മസിൽ ഡെഫിനേഷൻ കൂട്ടുകയാണ് വേണ്ടത്. പകരം വെയിറ്റ് കുറച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയുടെ ഷേപ്പേ പോയി. അങ്ങനെ 1974 മിസ്റ്റർ ഒളിമ്പ്യ വീണ്ടും അർണോൾഡ് നേടി. തുടർച്ചയായി 5 മിസ്റ്റർ ഒളിമ്പ്യ വിജയങ്ങൾ. ആ വർഷം അത് കഴിഞ്ഞ് അദ്ദേഹം സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്, ഇത്രയും മിസ്റ്റർ ഒളിമ്പ്യ ആരും നേടിയിട്ടില്ല. ബോഡി ബിൽഡിങ്ങിൽ ഞാൻ നല്ലൊരു നിലയിലെത്തി. ഇനി മത്സരം നിർത്തി ബിസിനസ്സും അഭിനയവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം.